സ്ത്രീ പുരുഷന്മാരിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. മുടി കൊഴിച്ചിലുമായി നമ്മളൊരു ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആദ്യം പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സപ്ലിമെൻറ്റ് സിങ്കാണ്. സിങ്ക് നമ്മൾ സാധാരണ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലുണ്ട്. പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും സിങ്കിൻ്റെ അബ്സോർപ്ഷൻ ശരിയായ രീതിയിൽ നടക്കാറില്ല. സിങ്കിൻ്റെ സപ്ലിമെൻറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു 10% പേരെങ്കിലും പറയുന്ന പ്രധാനപ്പെട്ട കംപ്ലയിൻറ്റ് യാതൊരു വ്യത്യാസവും മുടി കൊഴിച്ചിലിൽ വന്നില്ല എന്നാണ്. അവർക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടൻറ്റിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. വയറിനകത്ത് ഇത്തരം സൂക്ഷ്മജീവികളുടെ പ്രവർത്തനമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ഹായ്, ഞാൻ ഡോക്ടർ ഷിംജി, CMO പ്രകൃതി സൗഖ്യം, കാഞ്ഞങ്ങാട്. പ്രായഭേദമന്യേ സ്ത്രീ പുരുഷന്മാരിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. മുടി കൊഴിച്ചിലുമായി നമ്മളൊരു ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആദ്യം പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സപ്ലിമെൻറ്റ് സിങ്കാണ്. തീർച്ചയായിട്ടും സിങ്ക് എന്ന് പറയുന്ന കണ്ടൻറ്റ് വളരെ മുടി കൊഴിച്ചിലിനെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. സിങ്ക് നമ്മൾ സാധാരണ കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലുണ്ട്. നട്ട്സിലായാലും ചോക്ലേറ്റുകളിലായാലും ഇങ്ങനെ പല ഘടകങ്ങളിലുണ്ട്. പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും സിങ്കിൻ്റെ അബ്സോർപ്ഷൻ ശരിയായ രീതിയിൽ നടക്കാറില്ല. സിങ്കിൻ്റെ സപ്ലിമെൻറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ പോലും ഒരു 10% പേരെങ്കിലും പറയുന്ന പ്രധാനപ്പെട്ട കംപ്ലയിൻറ്റ് യാതൊരു വ്യത്യാസവും മുടി കൊഴിച്ചിലിൽ വന്നില്ല എന്നാണ്. അവർക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കണ്ടൻറ്റിൻ്റെ ആവശ്യം കൂടെ ഉണ്ട്. വൈറ്റാമിൻ B6 എന്ന് പറയുന്ന ഒരു ഘടകമുണ്ടെങ്കിൽ മാത്രമേ സിങ്കിൻ്റെ അബ്സോർപ്ഷൻ ശരിയായ രീതിയിൽ നടക്കൂ. വൈറ്റാമിൻ B6 പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലും ഉണ്ട്. നേന്ത്രപ്പഴമായാലും ചീരയായാലും നട്ട്സായാലും മുട്ടയിലെ മഞ്ഞയായാലും ഒക്കെ ഈ പറയുന്ന വൈറ്റമിൻ B6 ഉണ്ട്. പക്ഷേ പലപ്പോഴും ഈ ഭക്ഷണത്തിൽ കൂടിയുള്ള വൈറ്റമിൻ B6 നമ്മുടെ ശരീരത്തിൽ പോരാതെ വന്നേക്കാം. അങ്ങനെയുള്ള സമയത്ത് വൈറ്റമിൻ B6 നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യണം. പക്ഷേ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, വൈറ്റമിൻ B6 അതിൻ്റെ ആക്റ്റീവ് ഫോമിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ആക്റ്റീവ് ഫോമിനെ സാധാരണ അറിയപ്പെടുക P5P എന്നാണ്, പിരിഡോക്സിൽ 5-ഫോസ്ഫേറ്റ്. P5P പ്ലസ് സിങ്ക് എന്നുള്ളത് മുടി കൊഴിച്ചിൽ മാറ്റാനുള്ള ഒരു മാജിക്കൽ ഫോർമുല തന്നെയാണ്. ചിലരെങ്കിലും സിങ്കിൻ്റെയോ വൈറ്റമിൻ B6ൻ്റെയോ അപര്യാപ്തത ഇല്ലാതെ തന്നെ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടുന്നവരാണ്. വേറെയും ചില കാരണങ്ങൾ നമുക്ക് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അയൺ ഡെഫിഷ്യൻസി. അയൺ എന്ന് പറയുന്ന കണ്ടൻറ്റ് പലപ്പോഴും ഭക്ഷണത്തിൽ കൂടി കൊടുത്തു കഴിഞ്ഞാലോ സപ്ലിമെൻ്റായി എടുത്താൽ പോലുമോ ചിലവർക്ക് യാതൊരു വ്യത്യാസവും ഉണ്ടാകാറില്ല. ഡെഫിഷ്യൻസി ആയിട്ട് തന്നെ കാണാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ കഴിച്ച് ഭക്ഷണം അയണിനെ ശരീരത്തിൽ വെച്ച് അബ്സോർപ്ഷൻ നടക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ശരീരത്തിനകത്തുള്ള വേംസ്, കൃമികൾ ഒക്കെ പറയാം, ഇത്തരം സൂക്ഷ്മജീവികളൊക്കെ ജീവിക്കുന്നത് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉള്ള അയൺ സ്വീകരിച്ചിട്ടാണ്. അപ്പം ഈ സൂക്ഷ്മജീവികളെ, പാത്തോജനിക്കായിട്ടുള്ള സൂക്ഷ്മജീവികളെ പ്രത്യേകിച്ചും പുറത്തേക്ക് കളഞ്ഞാൽ മാത്രമേ അയൺ ഡെഫിഷ്യൻസിയെ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയൂ. ലക്ഷണത്തിനനുസരിച്ച് ശരിയായ രീതിയിലുള്ള ഡീവോമിങ് ഇത്തരം സാഹചര്യത്തിൽ ആവശ്യമായി വന്നേക്കാം. അത് ഒരു ഫിസിഷ്യന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. വയറിനകത്ത് ഇത്തരം സൂക്ഷ്മജീവികളുടെ പ്രവർത്തനമുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അതിലൊന്നാണ് ബ്ലോട്ടിംഗ്, വയറ് വീർത്ത് വരുന്ന പോലെയുള്ള, ഗ്യാസ് ട്രബിൾ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, സ്കിന്നിന് വരുന്ന ചില ലീഷൻസ്, മുടി കൊഴിച്ചിൽ, ഇങ്ങനെയുള്ള ചിലപ്പോൾ സ്നീസിങ്, അലർജിക് റിയാക്ഷൻസ്, ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും ഇത്തരത്തിലുള്ള സൂക്ഷ്മജീവികളുടെ അളവ് വർദ്ധിക്കുന്നതുകൊണ്ട് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ജീവികളെ, മൈക്രോബ്സിനെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ മാത്രമേ ശരീരത്തിൽ അയണിൻ്റെ അംശം വർദ്ധിക്കുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് കാണാൻ പറ്റുക മെനോറേജിയ എന്നുള്ള കണ്ടീഷനാണ്. എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവുക. അത്തരം സ്ത്രീകളിലും സാധാരണഗതിയിൽ മുടി കൊഴിച്ചിലിനുള്ള സാധ്യത വളരെ അധികം തന്നെയാണ്. കൃത്യമായ രീതിയിലുള്ള സിങ്ക്, P5P തുടങ്ങിയ സപ്ലിമെൻറ്റിൻ്റെ ഉപയോഗം, അയൺ ഡെഫിഷ്യൻസിയെ മറികടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഗൈനക്കോളജിക്കൽ ഇഷ്യൂ ഉള്ള ആൾക്കാരിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായും മാറ്റുക എന്നതൊക്കെയാണ് നമ്മൾ ഹെയർ ഫോള് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഹെയർ ഫോള് പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് മാത്രം നല്ല ഭംഗിയുള്ള ഒരു മുടി ഒരാൾക്ക് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മുടി അഴകായിട്ട് വരണമെന്നുണ്ടെങ്കിൽ, ശക്തിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട ചില വൈറ്റാമിനുകളുടെ പ്രസൻസും ആവശ്യമാണ്. അത്തരത്തിലുള്ള ഒന്നാണ് വൈറ്റാമിൻ D.
നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ വെയിൽ തീരെ കൊള്ളാത്തവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം ആളിലും വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാണാറുണ്ട്. ശരിയായ രീതിയിലുള്ള വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ എടുക്കുക, നോർമൽ ആയതിനു ശേഷം അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി എല്ലാ ദിവസവും 20 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെ വെയിൽ കൊള്ളുക തുടങ്ങിയ ശീലങ്ങളും മുടിയുടെ ബലം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂട്രീഷനാണ് ബയോട്ടിൻ. ബയോട്ടിൻ്റെ അപര്യാപ്തത മനസ്സിലാക്കുന്നത് മുടി കൊഴിച്ചിൽ കൊണ്ട് മാത്രമല്ല, പലപ്പോഴും അത്തരം ആൾക്കാരിൽ ബ്രിട്ടിൽ നീഡ്, നഖത്തിന് വരകൾ വരിക, നഖം പൊട്ടിപ്പോവുക തുടങ്ങിയ പ്രശ്നങ്ങളും കാണിക്കാറുണ്ട്. ഇപ്പം ബയോട്ടിനും വൈറ്റമിൻ ഡിയും ശരിയായ രീതിയിൽ ശരീരത്തിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ സപ്ലിമെൻ്റ് ചെയ്യുക എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വൈറ്റമിൻ ഡി പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാം. ഉദാഹരണത്തിന് ഡയറി പ്രോഡക്ട്സിൽ ചെറിയ അളവിലുണ്ട്, മുട്ടയിൽ വൈറ്റമിൻ ഡി ഉണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, കൂട്ടിലടച്ച് വളർത്തുന്ന കോഴിയിൽ നിന്ന് കിട്ടുന്ന മുട്ടയിൽ വൈറ്റമിൻ ഡി വേണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല. കോഴിയും അത്യാവശ്യം വെയിൽ കൊള്ളുന്നതായിരിക്കണം. മറ്റൊന്ന് ബയോട്ടിൻ സ്വീറ്റ് പൊട്ടറ്റയിൽ ധാരാളമായിട്ടുണ്ട്. അതേപോലെ തന്നെ നട്ട്സ്, മീറ്റ്, ഫിഷ് ഇതിലൊക്കെ ചെറിയ അളവിൽ ബയോട്ടിൻ കിട്ടാറുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ന്യൂട്രീഷ്യൻസുകളും ശരിയായ അനുപാതത്തിൽ ശരീരത്തിലേക്ക് കൊടുക്കുക വഴി വളരെ ഭംഗിയുള്ള ഫലമുള്ള മുടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കഴിയും. മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടി സിങ്ക്, P5P, അതേപോലെ തന്നെ അയൺ, അകത്തുള്ള വേംസിനെ നശിപ്പിച്ച് കളയുക, കൃത്യമായ ഗൈനക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസ് നടത്തുക എന്നീ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ മുടിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി വൈറ്റമിൻ ഡിയും ബയോട്ടിനും ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയും കൂടി ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ വളരെ അഴകുള്ള, ബലമുള്ള, ശക്തിയുള്ള മുടി നിങ്ങൾക്കെല്ലാവർക്കും കിട്ടുന്നതാണ്. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. നന്ദി.